രാമനാഥൻ തേടുമ്പാലേ മാണിക്യവാസന ഡാ തടിയാ ഡാ തലയൊന്ന് പൊക്കി നോക്കളിയാ. എടാ ഫോണിങ് താടാ. എന്താണത്? കളിക്കല്ലേ, ഫോണിങ് താ. ഇതുപോലെ പണ്ട് മെസ്സേജ് അയച്ചുകൊണ്ട് നിർത്തിയുടെ കല്യാണ സദ്യ എന്തിനാണ് പോയി കഴിച്ചത്. ഇനി ഇവന്റെ ധൈര്യമൊക്കെ കാരണം ഒരു പെണ്ണുവിനെ മനസ്സ് കാണാതെ പോകണ്ട. എന്ത് പണിയാണ് നീ കാണിച്ചേ? നശിപ്പിച്ച് ഇവനായിരുന്ന അളിയാ അതിലേ കൃഷ്ണപ്രിയയുടെ കാര്യം എന്തായി? ഇപ്പൊ നീ അവളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. 2 മാസം മുമ്പേ ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പുള്ളിക്കാരി പാരൻസ് ആണ് ഇത്ര വലുത്. അവള് നല്ല കുട്ടിയാ, അവളെ നീ ഇങ്ങനെ പുച്ഛിക്കാതെ. എങ്ങനെ പുച്ഛിക്കാതിരിക്കും അളിയാ? അവൾക്കിപ്പോൾ വേറെ ലൈൻ ഉണ്ടോ? നമ്മളെ പോലുള്ള പയ്യന്മാർ പറയുമ്പോൾ പോ, ഒടുക്കുള്ള പയ്യന്മാർ പറയുമ്പോൾ വാ. പോട്ടളിയാ, അവളല്ലെങ്കിൽ അവളെ അനിയത്തി. അളിയന്മാരെ 4 സംഘത്തിലെ 3 പേര് ഇവിടെ ഉണ്ടല്ലോ. നീരജ് ഇവിടെ പോയി? രാവിലെ അവൻ്റെ വണ്ടി എന്തോ പ്രോബ്ലം, അതൊന്ന് റിപ്പയർ ചെയ്യാൻ പോയി. എടാ ഇനിയെങ്കിലും ഈ ശകടം ഒന്ന് മാറ്റിക്കൂടെടാ. ജാമോൻ്റെ അടുത്തൊരു ബുള്ളറ്റ് മൈലേജ് ഞാൻ പിന്നെ പറയേ വേണ്ട. ഇല്ല എണ്ണ അടിക്കണമെങ്കിൽ വീടിൻ്റെ ആധാരം വരെ പണയം വെക്കണം. എന്തിനിടെ ഇത് കൊണ്ടു കിടക്കണം. എടാ ഇതിലിരുന്ന് പോകുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സമ്മതിച്ചടേ, നീയായി, നിന്റെ വണ്ടിയായി. എന്താണ് അളിയന്മാരെ? ഡാ നീരജെ, കോളടിച്ചിട്ടുണ്ടല്ലോ. നിന്നെ തിരക്കിയും പെൺപിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. എന്തോ നാടായി പറയുന്നേ. സത്യം അളിയാ, നീ വൈകുന്നേരം ബസ് സ്റ്റാൻഡിലോട്ട് വാ, ഞാൻ അവളെ കാണിച്ചു തരാം. സംഭവം ശരിയാണെങ്കിൽ ചെലവുണ്ട് മോനെ. ചിലവൊക്കെ ചെയ്യാം. ഇപ്പോഴേ ക്ലാസ്സിലോട്ട് പോവാം, ഇല്ലെങ്കിൽ സപ്ലി അടിക്കും. സപ്ലി എവിടെയാണോ നീ പറഞ്ഞ പെണ്ണ്? ഒരു നേരം ഇവിടെ നിന്ന് പെണ്ണുങ്ങൾ എണ്ണ എടുക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് സമാധാനമായിട്ടിരടാ, അവളിപ്പോൾ വരും. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ നോക്കും. വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പോകും. അളിയാ 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യണ്ട, ദോ വരുന്നു. എടാ ഇത് അനാമിക, സ്കൂളിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കൊച്ചായത്. പണ്ട് ഞാൻ കുറേ നോക്കിയിട്ടുള്ളതാ, പക്ഷേ വീണില്ല. ആഹാ അടിപൊളി. അളിയൊന്ന് മാറിയടാ. ആരടാ?
വിരോധമില്ലെങ്കിൽ കയറി ഒരു ലിഫ്റ്റ് തരാം. ഇറങ്ങ, നമുക്കൊരു കട്ടനെ കുടിച്ചിട്ട് പോവാം. ചേട്ടാ 2 കട്ടൻ. ഇതാ കട്ടൻ. താങ്ക്സ്. നീ എന്താ ഒന്നും മിണ്ടാത്ത? അതിന് ചേട്ടനൊരു ഗ്യാപ്പ് തന്നല്ലേ മിണ്ടാൻ പറ്റൂ. പിന്നെന്തിനാ ഞാൻ വിളിച്ചു പറഞ്ഞ വണ്ടി ചാടി കയറിയത്? അത് പിന്നെ എന്തോന്നു പിന്നെ? 2 കാരണങ്ങളുണ്ട്. ഉം. ഒന്ന്, ചേട്ടൻ്റെ ബുള്ളറ്റിന് പിന്നിലെ സ്റ്റിക്കർ. രണ്ടാമത്തെ അത് അപ്പൊ പിന്നെ പോവല്ലേ?